ക്രൂശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുടുംബവും ഈ ലോകത്തുണ്ടാവില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് പങ്കാളിയല്ല, ഏത് അന്വേഷണത്തിനും നേരിട്ടാണ് ഞാൻ പങ്കാളിത്തല്ല എന്നെ ഇതിനകത്ത് പെടുത്തേക്കണതാണ്. വ്യക്തമായിട്ട് വീട് തല്ലിപ്പൊളിച്ച് വ്യക്തമായിട്ട് എന്നെ ഇതിനകത്ത് പെടുത്തേക്കണതാണ്, കേസിൽ പെടുത്തേക്കണതാണ്. അന്വേഷിച്ച് നോക്കിയോ, ഇവിടുത്തെ മൊത്തം ആൾക്കാരുടെ വീടുകളിൽ കയറി അന്വേഷിച്ചു നോക്കി. ഈ വീടുകളിലൊക്കെ അന്വേഷിച്ചു നോക്കി. ഈ വീടുകളിലൊക്കെ എല്ലാവരോടും അന്വേഷിച്ചു നോക്കി. ഈ സകല വീടുകളിലും ആൾക്കാരുടെ 100 പേര് അവരൊക്കെ ചോദിച്ചു നോക്കിയോ. ഞാൻ എന്നെ ഇതിനകത്ത് ഞങ്ങളെ ഡ്യൂട്ടി കൊണ്ട് തടസ്സപ്പെടുത്തേ. ഈ വീഡിയോ അല്ല പക്ഷേ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പ്രതികളിൽ ചിലർ പറയുന്നത്. അവർക്ക് സംശയമുണ്ടെങ്കിൽ പ്രദേശവാസികളോട് അതിനെപ്പറ്റി അന്വേഷിക്കാമെന്നും അവർ പറയുന്നു. ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു, മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. എന്നെ പറ്റി അന്വേഷിച്ച് നോക്കി അറിയാം. ഞാൻ രാജ്യ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഞാൻ ഈ കേസിന് അനുബന്ധിച്ചൊന്നല്ല. ഇവരെന്തോ എൻ്റെ പള്ളിയിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ മുൻ പഞ്ചായത്ത് മെമ്പറാണ്, പൊതുപ്രവർത്തനാണ്, CPIയുടെ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്, പൊതുപ്രവർത്തനാണ്. ഇവരെന്നെ കുടിക്കേക്കണതാണ്. അന്വേഷിച്ച് നോക്കിയാൽ ഏത് കോടതിയുടെയും എവിടെ വേണമെങ്കിലും തുറന്ന സത്യത്തിൽ മൊഴി കൊടുക്കാൻ തയ്യാറാണ്. ഏത് നിരപരാധി തന്നെ തെളിയിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തുണ്ടാവില്ല. സത്യം പറയാം, എന്നെ നിരപരാധിയായ ഒരാളെ ക്രൂശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുടുംബവും ഈ ലോകത്തുണ്ടാവില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ മോൻ്റെ കല്യാണം നടക്കാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ തെറ്റിൽ ചെന്നതല്ല. സത്യമായിട്ട് ഞാനിത് ബോധിപ്പിക്കുന്നു. ഞാനിത് ബോധിപ്പിക്കുന്നു. നിങ്ങളിത് ഈ പത്രക്കാരെ ദൈവത്തെ ഓർത്ത് സഹകരിക്കണം. എൻ്റെ അന്വേഷണ സംഘത്തിലേക്ക് എത്തിച്ച പ്രതികളുള്ള വിശദാംശങ്ങൾ ഇവിടുത്തെ പാർട്ടി മെമ്പറായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്രദേശവാസികൾ മതിയെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പോലീസ് അദ്ദേഹത്തെയും ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് പോയി? അവിടെ പെൺകുട്ടികൾ ഇറങ്ങി താഴത്തേക്കാണ് പോയത്. മറ്റേ ആൾ ഇറങ്ങിയിട്ട് ആദ്യം അങ്ങോട്ട് പിടിച്ചു വന്നിട്ട് ഇവിടെ വന്നോണ്ട് പിന്നെ കണ്ടില്ല. ഏത് കണ്ടില്ല. ഇവിടെ സാധാരണ ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് ആൾക്കാരെ പറഞ്ഞു. ഞാൻ ഫോട്ടോ എടുത്തടുത്ത് ചേട്ടൻ ഓടിപ്പോയി വിളിച്ചെന്ന് പറഞ്ഞില്ല. അതാണ് വിളിച്ചോണ്ട് നിങ്ങളെ ഫോണിൽ ഈ സംഭവങ്ങളൊക്കെ അല്ല മൈക്കോടി ഉണ്ടല്ലോ. എവിടെ നിങ്ങൾ ഷൂട്ട് ഫോൺ മൈക്കോടി വീഡിയോ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ച് ഹലോ 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 അതെവിടെയാണ്? ഹലോ എവിടെയാണ്? ഹലോ അത് കാണിക്കും.
ആ സമയത്ത് ഇതിൻ്റെ അത് കയറിയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ കയറിയത്. അവിടെ സംഭവം കഴിഞ്ഞിട്ട് പറയട്ടെ സാറേ, പറയാം. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ ഞാൻ കൂടെ പോന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവിടെ മദ്യക്കുപ്പിയുടെയും മറ്റേ ഇതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടെന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ടെന്നുള്ള സത്യമാണ്. നുണ പറയാനല്ല. ഈ പരിപാടി കഴിഞ്ഞ ആൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉള്ളപ്പോൾ ആൾക്കാർ, നാട്ടിലുള്ള എല്ലാ സകലമായ ആൾക്കാർ ഇവിടെ ഉള്ളപ്പോഴാണ് അവരോടൊക്കെ ചോദിച്ചു. എടുത്തു. ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വന്നു. സംഗതി സത്യ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികളിൽ അതായത് അദ്ദേഹം മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്, പ്രദേശത്തുണ്ടായിരുന്ന ആൾ കൂടിയാണ്. അവർ ഈ ഒച്ചയായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയി ആ റോട്ടിലേക്ക് അവര് വീട്ടിൽ നിന്ന് അതായത് സംഭവത്തെക്കുറിച്ച്, കെട്ടിയിട്ടതിനെ കുറിച്ച് ആളുകൾ പറയുന്നതാണ്. കെട്ടിയിട്ടു എന്ന് പറയുന്ന ആ തൂണിനോട് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോ തന്നെ അങ്ങനെ വീഴാണ്. എന്നിട്ട് അവ എങ്ങോട്ട് മറിഞ്ഞ് വീണത്? അങ്ങോട്ടാ? ഇങ്ങോട്ടാന്ന് തോന്നുന്നു. ഈ പാട്ടേക്കാണ്. ഒന്ന് മാറ്റി പിടിക്കണേ. അവ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് എങ്ങോട്ടാ മറിഞ്ഞത്? എങ്ങോട്ടാ ഇരിക്കും. ഏതാണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ ഇങ്ങോട്ട് എങ്ങനെ മറിഞ്ഞു? ഇങ്ങനെ മറിഞ്ഞു കിടക്കും. സൈഡിലേക്ക്. തല എങ്ങോട്ടായിരുന്നു? തല അങ്ങോട്ട്. എങ്ങനെ കാണിക്കും? ഇങ്ങനെ ഇങ്ങനെ സൈഡിലേക്ക്. കൈ ഇങ്ങനെ ഫ്രണ്ടിലേക്കാണ്, കൈ ബാക്കിലേക്ക്. ആൾക്കാരോട് ചോദിച്ചാൽ